സർ, ആം ആദ്മി പാർട്ടിയിലെ 10 രാജ്യസഭാ എംപിമാരിലെ 7 പേരും ഇന്ന് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുകയാണ്. ഇതോടുകൂടി ആം ആദ്മി പാർട്ടി തകർച്ചയുടെ വക്കിലാണോ? അത് ഭൂരിപക്ഷം എംപിമാരും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അതെ, തീർച്ചയായിട്ടും അതെ. പഞ്ചാബിൽ നിന്നുള്ള 7 എംപിമാരാണ് ഇപ്പോ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. ആകെയുള്ള 10 എംപിമാരിൽ 7 പേര് ചേർന്നതുകൊണ്ട് കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല. മാത്രമല്ല, ഏതാണ്ട് ആം ആദ്മി പാർട്ടി ബി.ജെ.പി ലയിച്ചതിന് തുല്യമാണ് ഈ ലയനം. ഇത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെയേറെ ചിന്തിപ്പിക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ജനിച്ചു. അണ്ണാ ഹസാരെയുടെ വലിയൊരു മൂവ്മെന്റ് ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരെ വളരെ ശക്തമായിട്ട് രൂപപ്പെടുകയുണ്ട്. നമുക്കറിയാം, ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അദ്ദേഹം ആരംഭിച്ച സത്യാഗ്രഹ സമരം, ആ സത്യാഗ്രഹ സമരത്തിന് കിട്ടിയ വൻപിച്ച ജനപിന്തുണ, അതിനെ തുടർന്ന് ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ബഹുജന മുന്നേറ്റം, ഈ മുന്നേറ്റമെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിൽ സജീവ പ്രവർത്തകനായി കയറിക്കൂടിയ ഈ അരവിന്ദ് കെജ്രിവാൾ, ഒരു മുൻ IRS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ അണ്ണാ ഹസാരെയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഈ മൂവ്മെന്റിനെ, അവിടെ തടിച്ചുകൂടിയ ആൾക്കാരെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ ജനനത്തിന്റെ കാരണം. അങ്ങനെ ആം ആദ്മി പാർട്ടി ഉണ്ടായി. അണ്ണാ ഹസാരെക്ക് ഇഷ്ടമുള്ളതല്ല. അണ്ണാ ഹസാരെ ഗാന്ധിയെ പോലെ തന്നെ ഒരു സ്വതന്ത്ര പ്രവർത്തനമാണ് ഉദ്ദേശിച്ചത് എങ്കിലും നെഹ്റുവിനെ പോലെ നെഹ്റു കോൺഗ്രസിനെ എപ്രകാരമാണോ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയത്, മഹാത്മാഗാന്ധിയുടെ ആഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും അദ്ദേഹം എങ്ങനെയാണോ അധികാരത്തിലേക്ക് കയറിപ്പോയത്, അതേപോലെ തന്നെയാണ് അണ്ണാ ഹസാരെയുടെ ശിഷ്യനായിട്ട് അഭിനയിച്ചുകൊണ്ട് കടന്നു വന്ന അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയായി അണ്ണാ ഹസാരെ മൂവ്മെന്റിനെ മാറ്റിയെടുക്കുകയും തുടർന്ന് ആ അധികാരം, ഡൽഹിയുടെ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതോടുകൂടി അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു. കാരണം അണ്ണാ ഹസാരെ വെറും തെരുവിലെ അവശേഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൂവ്മെന്റിനെ പാർട്ടിയാക്കി മാറ്റി അധികാരം കൊയ്ത് മുഖ്യമന്ത്രിയായി. അങ്ങനെ തുടരായിട്ട് ഒന്നിലധികം തവണ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി. അങ്ങനെ ആ അണ്ണാ ഹസാരെയുടെ മൂവ്മെന്റിനെ, തികച്ചും ഗാന്ധിയൻ രൂപത്തിലുണ്ടായ അഴിമതി വിരുദ്ധ മൂവ്മെന്റിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. ഇത് അണ്ണാ ഹസാരെയുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. എപ്രകാരമാണോ ഗാന്ധിജിയുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം പിടിച്ചെടുത്തത്, അതേപോലെ അണ്ണാ ഹസാരെയുടെ ജനകീയമായ ഗാന്ധിയൻ മൂവ്മെന്റിനെ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി അതിന്റെ പേരിൽ പിന്തുണയിൽ അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായി. പലതവണ മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പാർട്ടി പഞ്ചാബിന്റെ അധികാരത്തിലേക്കും എത്തി, ദേശീയ പാർട്ടി പദവി നേടി. പക്ഷേ അവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അനിയന്ത്രിതമായ രീതിയിൽ അദ്ദേഹത്തിന് പണം വേണം. ഫ്രീബീസ് കൊടുത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തെ മുഴുവൻ പിടിച്ചു നിർത്താൻ കഴിയാതെ സാമ്പത്തികമായി തകർന്നു. പാർട്ടിയും സർക്കാരും ഒരുപോലെ തകർന്ന സമയത്ത് നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹത്തിന് തന്റെ ആദർശത്തെ വലിച്ചെറിയേണ്ടി വന്നു. ആദർശവും ധാർമ്മികതയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദ്യ അഴിമതി കേസിൽ അദ്ദേഹം അറസ്റ്റിലായി, ജയിലിലായി. അതോടുകൂടി ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ പാർട്ടി ഉണ്ടായത് അതിന്റെ ലക്ഷ്യം പരാജയപ്പെട്ടു. അവിടെ തുടങ്ങിയതാണ് ആ പാർട്ടിയുടെ തകർച്ച. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള അനുയായികൾ സുപ്രീം കോടതി അദ്ദേഹത്തെ ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടല്ലേ എടുത്തത്? ബി.ജെ.പി ഗവൺമെന്റിന്റെ ഒരു നിലപാടല്ലല്ലോ സുപ്രീം കോടതിയുടേത് മദ്യ നയ കേസിൽ കേജ്രിവാളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഡൽഹി മദ്യ അഴിമതി കേസിൽ കേജ്രിവാൾ ഏറ്റവും അവസാനം കോടതിയുടെ രൂക്ഷമായ വിമർശനമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കേസ് പരിഗണിക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നും ഈ ജഡ്ജിയുടെ കീഴിൽ ഒരിക്കലും തന്റെ കേസ് സത്യസന്ധമായി വിചാരണ ചെയ്യപ്പെടുകയില്ലെന്നും അദ്ദേഹം വാദിച്ചു. പക്ഷേ കോടതി അത് നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത്. അതായത് ഒരു കോടതിയുടെ അദ്ദേഹത്തിന് അനുകൂലമായി വിധി വരുമ്പോൾ കോടതി നല്ലതാണെന്നും അദ്ദേഹത്തിനെതിരായി കോടതിയുടെ പരാമർശമുണ്ടായാൽ ഉടനെ ജഡ്ജിയെ മാറ്റണമെന്നൊക്കെ പറയുന്ന വിവരക്കേട് സംസ്ഥാന മുഖ്യമന്ത്രിയും അഖിലേന്ത്യാ നേതാവുമായ ഒരാളിൽ നിന്നുണ്ടാകുക, കോടതി അതിനെ തള്ളിക്കളയുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് കോടതി സംശയിക്കുന്നു.
ഏതായാലും അദ്ദേഹത്തിന്റെ നിയമപരമായ പോരാട്ടം, ആ പോരാട്ടമൊക്കെ തന്നെ ഏതായാലും നിലനിൽക്കുകയില്ല, പരാജയപ്പെടുകയുള്ളൂ എന്ന് ബോധ്യമാവുകയും തുടക്കം മുതൽ ആം ആദ്മി പാർട്ടിയുടെ ആരംഭകാലം മുതൽ പാർട്ടിയിലെ മുഖമായി നിന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് എല്ലാ പ്രതിസന്ധികളെയോടും പടവെട്ടി നേതാക്കളായി എംപിമാരായി ഉള്ള ആൾക്കാരാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടുപോയിരിക്കുന്നത്. ഭൂരിപക്ഷം എംപിമാരും വിട്ടുപോകുമ്പോൾ സത്യം പറഞ്ഞാൽ പാർട്ടി തന്നെ BJP ലയിച്ച ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോടതി തന്നെയല്ലേ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്? കോടതി തന്നെ നിയമത്തിലല്ലേ? അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു എന്ന് പറയുമ്പോൾ കേസുകൾ, നിരവധി കേസുകളുണ്ട്. പല കേസുകളുടെ പല മേഖലകളിലെ പല വശങ്ങളിൽ ചിലതിൽ മാത്രമാണ് ആ രീതിയിലുള്ള പരാമർശമുണ്ടായത്. കുറ്റവിമുക്തനാക്കി വിധി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ജയിലിൽ കിടക്കില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങില്ലല്ലോ. അപ്പോ ഓരോ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങളെ, നമ്മുടെ നാട്ടില് ഉള്ള വലിയൊരു പ്രശ്നം, ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ കുറ്റവിമുക്തനാക്കി എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക. അതിപ്പോ കേജ്രിവാൾ ആണെങ്കിലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി, ഇവരൊക്കെ റോബർട്ട് വധര, ഇവരൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതോടെ ജാമ്യം കിട്ടിയാൽ കുറ്റവിമുക്തനായി എന്ന് മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സത്യത്തിൽ നോക്കിയാൽ നമുക്കറിയാം ഇവരൊക്കെ ജാമ്യത്തിലാണ് പുറത്തിറങ്ങി നടക്കുന്നത്. ഇവർക്കെതിരെ യാതൊരു കുറ്റവുമില്ല, ഇവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്നൊരു കോടതിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണല്ലോ. അപ്പൊ ഈ പറയുന്ന എംപിമാരുടെ കൂറുമാറ്റം കൊണ്ട് BJPക്ക് വലിയൊരു അവസരമാണോ പഞ്ചാബിൽ കാത്തിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പോ 7 എംപിമാർ BJPയിലേക്ക് ചേർന്നു എന്ന് കരുതി BJPക്ക് അവിടെ ഭൂരിപക്ഷം ഒന്നും കിട്ടാനില്ല. BJPയുടെ നില മെച്ചപ്പെട്ടു എന്നുള്ളത് കൊണ്ടും വലിയ നേട്ടമൊന്നും കിട്ടാനില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ ഭയപ്പെടുന്നത് അടുത്ത വർഷം പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള, അവിടെ നിന്ന് ജയിച്ചു വന്ന 7 എംപിമാര് BJPയിൽ ചേർന്നു എന്ന് പറയുമ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പ് അസ്തമിക്കുകയാണ്. ഡൽഹിക്ക് പുറത്ത് മറ്റൊരു സംസ്ഥാനം കൂടി ഭരിക്കാൻ കിട്ടിയ അവസരം അസ്തമിക്കുകയാണ്. സത്യത്തിൽ ആം ആദ്മി പാർട്ടി വലിയ അടിത്തറയൊന്നും പഞ്ചാബിൽ ഉണ്ടാക്കിയിട്ടല്ല അധികാരത്തിൽ വന്നത്. നിലവിൽ അവിടെയുള്ള ഭരണ സംവിധാനത്തിന് എതിരായി BJPയെ അവരോധിക്കാൻ കഴിയുന്നത്ര BJP അവിടെ ഇല്ല. കാരണം BJP പഞ്ചാബിൽ ഒരു ചെറിയ പാർട്ടിയാണ്, അവിടെ അകാലിദളിന്റെ ഒരു സഖ്യകക്ഷി മാത്രമാണ്. ആ നിലയിൽ കോൺഗ്രസിന് ബദലായി വരാൻ കഴിയുന്ന ഒരു സംവിധാനമോ പാർട്ടിയോ മുന്നണിയോ ഇല്ലാതെ വന്ന സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി വളരെ പെട്ടെന്ന് ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ രൂപത്തിൽ വന്ന് അവിടെ അധികാരത്തിലെത്തിയത്. അവരാണ് ഇപ്പോൾ പറയുന്നത് പാർട്ടി തെറ്റിപ്പോയി, നേതൃത്വം ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി വിടുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന വർഷം, അടുത്ത വർഷം പഞ്ചാബിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് ഇതൊരു കൂറുമാറ്റമാണ്, ഇതൊരു കുതിര കച്ചവടമാണ്, പണം കൊടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ് എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. അതിനോടൊക്കെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? അതായത് ഞങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്ന് പച്ചയ്ക്ക് പറയുന്നതിന് തുല്യമാണ് അത്. ഇപ്പോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഒരു MLAയോ MPയോ നേതാവോ BJPയിൽ ചേരുന്നു എന്നിരിക്കട്ടെ, ഇവരെല്ലാവരും പറയുന്ന ഒരേ ഒരു കാരണം ഞങ്ങളെ കുതിരക്കച്ചവടം നടത്തി, പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്നാണ്. സത്യത്തിൽ അത് അവർക്കെതിരെ, അവരുടെ പാർട്ടിക്കെതിരെ അവർ നടത്തുന്ന ആരോപണമാണ്. അതായത് ഞങ്ങളിൽ ഒരാൾ, അയാൾ MP ആവട്ടെ, മന്ത്രി ആവട്ടെ, MLA ആവട്ടെ, ഏത് വലിയ നേതാവാണേലും BJP അല്പം പണം കടിച്ചാൽ അതിന്റെ പിന്നാലെ ചാടി ഓടി പോകാനുള്ളതേ ഉള്ളൂ ഞങ്ങളും ഞങ്ങളുടെ പാർട്ടിയും എന്ന് പറയുന്നതിന് തുല്യമാണ്. അതായത് പണത്തിന് കീഴടങ്ങുന്ന ആൾക്കാർ മാത്രമാണ് ഞങ്ങളുടെ MLAമാർ, ഞങ്ങളുടെ MPമാർ, ഞങ്ങളുടെ നേതാക്കൾ എന്ന പരസ്യ പ്രസ്താവനയാണ് കുതിരക്കച്ചവടം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇത്രമാത്രം ദയനീയമായി തരം താഴേണ്ട ആവശ്യം അവർക്കുണ്ടോ? ആദർശത്തിന്റെ പേരിൽ കെട്ടിപ്പടുത്തതാണ് പാർട്ടിയെങ്കിൽ ഏതാനും പണം നീട്ടിപ്പിടിച്ചാൽ ആ ആദർശം വലിച്ചെറിഞ്ഞിട്ട് ഏത് പാർട്ടിയിലേക്കും പോകാൻ ഇവരുടെയൊക്കെ നേതാക്കൾ തയ്യാറാകുന്നു എന്നുള്ളതിന്റെ പരസ്യ പ്രഖ്യാപനമല്ലേ കുതിരക്കച്ചവടം എന്ന പ്രയോഗം. ഇങ്ങനെ ഈ കൂറുമാറി വരുന്നവരെയൊക്കെ BJP ഏറ്റെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇവർ മറ്റു പാർട്ടിയിലേക്കും കൂറുമാറി പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് BJPക്ക് ഉണ്ടാവുമോ? ഒരു ഉറപ്പില്ല,
എല്ലാ ആൾക്കാർക്കും ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട്. ആർക്ക് എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോവാം. ജനാധിപത്യം തുറന്ന ഒരു സ്റ്റേജാണ്. അവിടെ ഏത് പാർട്ടിയിൽ നിന്നും ഏത് പാർട്ടിയിലേക്കും ആർക്ക് വേണമെങ്കിലും വരാം. അവിടെ കുറെ കാലം കഴിഞ്ഞ് ഏത് പാർട്ടിയിലേക്കും പോകാം. അതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോ ഇത് ഒരു ഉരുക്ക് ചട്ടക്കൂടോ ഒന്നുമല്ല, ഫ്ലെക്സിബിളാണ്. ഇന്ന് നോക്കൂ, ഇന്ന് ഇന്ത്യ മൊത്തം എടുത്തു നോക്കിയാൽ BJPയുടെ 70% നേതാക്കളും മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അത് ചില ആൾക്കാർ വരുന്നതിന് ചില ഉദ്ദേശം ഉണ്ടാവും. അവരുടെ ഉദ്ദേശം സാധിച്ചാൽ അവർ പോകും, സാധിച്ചില്ലെങ്കിലും പോകും. അങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ പേരാണല്ലോ ജനാധിപത്യം. അപ്പോൾ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. BJPയിലേക്ക് വരുമ്പോൾ നല്ലതാണെന്നും BJPയിൽ നിന്ന് പോകുമ്പോൾ മോശമാണെന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും നടക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളുടെ ആദർശം അങ്ങേയറ്റം അടിയുറച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നിടത്താണ് പാർട്ടികളുടെ വിശ്വാസ്യത.